Hello students, welcome to Edutact Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രോകാർബൺസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺഫോർമേഷൻ ഓഫ് ആൽക്കെയിൻസ് ആണ്. നിങ്ങൾക്കറിയാം കാർബൺ സിംഗിൾ ബോൺസ് ആണ് ആൽക്കെയിൻസിലുള്ളത്. സോ ദിസ് കാർബൺ ആറ്റംസ് ക്യാൻ റൊട്ടേറ്റ് അബൌട്ട് ദ ആക്സിസ് ഓഫ് ദ ബോണ്ട്. അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ഫോംസ് കിട്ടും. അതായത് ഒരു മോളിക്യൂളിൽ തന്നെ ഡിഫറെൻറ്റ് ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും കാർബൺ സിംഗിൾ ബോണ്ടിന് വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. ദെൻ എന്താണ് കൺഫോർമേഷൻ എന്ന് പറയുന്നത്? കൺഫോർമേഷൻ ഈസ് ദ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ദ ആറ്റംസ് ഓഫ് എ മോളിക്യൂൾ ദാറ്റ് ക്യാൻ അറൈസ് ഫ്രം റൊട്ടേഷൻ എബൌട്ട് എ സിംഗിൾ കാർബൺ ബോണ്ട്. അതായത് കാർബൺ സിംഗിൾ ബോണ്ടിന് വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു മോളിക്യൂളിൽ തന്നെ ഡിഫറെൻറ്റ് ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അതായത് അതിൻ്റെ ആറ്റംസിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൽ ഡിഫറൻസ് വരുന്നു. അതുകൊണ്ട് തന്നെ അത് ഡിഫറെൻറ്റ് ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യും. നമുക്ക് ആൽക്കെയിൻസിൽ ഒരു എക്സാമ്പിളായിട്ട് ഈത്തേന് കൺസിഡർ ചെയ്യാം. ഈതേൻ 2 കാർബണുള്ള മോളിക്യൂളാണല്ലോ. ഈതേൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സോഹോഴ്സ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പിക്ചറിൽ കാണുന്നതാണ്. സോഹോഴ്സ് റെപ്രസെൻറ്റേഷനിൽ എല്ലാ ബോൺസും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാർബൺ സിംഗിൾ ബോണ്ട് നിങ്ങൾക്ക് കാണാം. ദെൻ ഹൈഡ്രജൻ ആറ്റംസ് കാർബൺ ആറ്റംസുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി അതിന് റൊട്ടേഷൻ നടക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് ന്യൂമാൻ റെപ്രസെൻറ്റേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. നമ്മൾ സോഹോഴ്സ് കൊണ്ട് ന്യൂമാൻ റെപ്രസെൻറ്റേഷനിൽ ആ ഫ്രണ്ടിൽ കാണുന്ന ആ ഡോട്ട് ആണ് ഫസ്റ്റ് കാർബൺ അല്ലെങ്കിൽ ഫ്രണ്ട് കാർബണിനെ ഡിനോട്ട് ചെയ്യുന്നത്. സർക്കിളാണ് ബാക്കിലുള്ള കാർബൺ. ഇതിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. ദെൻ സർക്കിളാണ് ബാക്കിലെ കാർബൺ എന്ന് പറയുന്നത്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കാർബൺ ഡോട്ട് കൊണ്ടും ഫ്രണ്ടിലെ കാർബൺ ഡോട്ട് കൊണ്ടും ബാക്കിലെ കാർബണാണ് സർക്കിൾ കൊണ്ടും ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ കൺഫോർമേഷൻസ് തന്നെ 2 ടൈപ്സ് ഉണ്ട്. സ്റ്റാഗേർഡ് ഫോമും എക്ലിപ്സ്ഡ് ഫോമും. സ്റ്റാഗേർഡ് ഫോമിലും എക്ലിപ്സ്ഡ് ഫോമിലും 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. സോഹോഴ്സ് റെപ്രസെൻറ്റേഷനും ന്യൂമാൻ റെപ്രസെൻറ്റേഷനും. ഇനി സ്റ്റാഗേർഡ് ഫോമും എക്ലിപ്സ്ഡ് ഫോമും തമ്മിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡിഫറൻസ് ആണ് തോന്നുന്നത്? സ്റ്റാഗേർഡ് ഫോമിൽ ഓരോ കാർബണിൻ്റെയും ഹൈഡ്രജൻ ആറ്റംസ് തമ്മിലൊരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എക്ലിപ്സിനെ വെച്ച് നോക്കുമ്പോൾ സ്റ്റാഗേർഡിൽ 2 കാർബണിലെയും ഹൈഡ്രജൻ ആറ്റംസ് തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട്. എക്ലിപ്സിലാണെങ്കിൽ 2ലെയും ഹൈഡ്രജൻ ആറ്റംസ് തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടാണ്. സോഹോഴ്സ് റെപ്രസെൻറ്റേഷനിലും ന്യൂമാൻ റെപ്രസെൻറ്റേഷനിലും സ്റ്റാഗേർഡ് ഫോമിൽ 2 കാർബണിലെയും ഹൈഡ്രജൻ ആറ്റംസ് ഒരു വളരെ ഡിസ്റ്റൻസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എക്ലിപ്സിലാവുമ്പോൾ 2 കാർബണിലെയും ഹൈഡ്രജൻ ആറ്റംസ് വളരെ ക്ലോസ് ആയിട്ടാണ്. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. ദെൻ സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഫറൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന എക്ലിപ്സ്ഡ് ഫോമിൽ 2 കാർബണിലെയും ഹൈഡ്രജൻ ആറ്റംസ് വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന എക്ലിപ്സ്ഡ് ഫോമിൽ ആ മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. കാരണം ഒന്നാമത്തെ കാർബണിലെ ഹൈഡ്രജനും രണ്ടാമത്തെ കാർബണിലെ ഹൈഡ്രജൻ തമ്മിൽ റിപ്പൾഷൻ വരും. റിപ്പൾഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? 2 ഹൈഡ്രജനിലും ഇലക്ട്രോൺസ് ഉണ്ട്, പോസിറ്റീവ് ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ അവ തമ്മിലൊരു റിപ്പൾഷൻ വരും 2 ഹൈഡ്രജൻ്റെ കേസിലും. അതുകൊണ്ട് എക്ലിപ്സ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിളാണ്. മോർ സ്റ്റേബിളായിട്ട് വരുന്നത് ഏതാണ്? അപ്പോൾ സ്റ്റാഗേർഡ് ഫോമാണ്. ദെൻ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റാഗേർഡ് ഫോം ആൻഡ് എക്ലിപ്സ്ഡ് ഫോം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈഡ്രജൻസ് ഓഫ് ബോത്ത് കാർബൺ ആറ്റംസ് ആർ വിസിബിൾ ഇൻ സ്റ്റാഗേർഡ് ഫോം. സ്റ്റാഗേർഡ് ഫോമിൽ 2 കാർബണിലെയും ഹൈഡ്രജൻ ആറ്റംസ് വിസിബിളാണ്. പക്ഷേ എക്ലിപ്സ്ഡ് ഫോമിൽ ഹൈഡ്രജൻ ആറ്റംസ് ഓഫ് 1 കാർബൺ ആറ്റം ആർ ഡയറക്റ്റ്ലി ബിഹൈൻഡ് ദോസ് ഓഫ് ദ അതർ. അതായത് നമ്മൾ വരച്ചിരിക്കുന്നത് പോലെ തന്നെ ഒന്നിൻ്റെ ബാക്കിലായിട്ടാണ്, ഒരു കാർബണിലെ ഹൈഡ്രജൻ ആറ്റംസിൻ്റെ ബാക്കിലായിട്ടാണ് സെക്കൻഡ് കാർബൺ ആറ്റത്തിലെ ഹൈഡ്രജൻ ആറ്റംസ് വന്നിരിക്കുന്നത്. ദെൻ സെക്കൻഡ് ഡിഫറൻസ് നമ്മൾ പറഞ്ഞു, ഹൈഡ്രജൻ ആറ്റംസ് ആർ അറ്റ് മാക്സിമം ഡിസ്റ്റൻസ് എപ്പാർട്ട് ഇൻ സ്റ്റാഗേർഡ് ഫോം. എക്ലിപ്സ്ഡ് ഫോമിൽ ഹൈഡ്രജൻ ആറ്റംസ് ആർ ക്ലോസർ ടു ഈച്ച് അതർ. Then third difference, minimum repulsion or torsional strain in the case of staggered form. Then eclipsed form maximum repulsion and torsional strain. Then torsional strain എന്ന് പറയുന്നത് 2 ഡിഫറെൻറ്റ് ആറ്റങ്ങളിലെ ഇലക്ട്രോൺ ക്ലൗഡ്സ് തമ്മിൽ ഒരു റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഉണ്ടാവും, ഒരു റിപ്പൾഷൻ ഉണ്ടാവും. അതാണ് ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇത് മിനിമം ആണ് ഇൻ ദ കേസ് ഓഫ് സ്റ്റാഗേർഡ് ഫോം, ബട്ട് ഇൻ ദ കേസ് ഓഫ് എക്ലിപ്സ്ഡ് ഫോം ടോർഷണൽ സ്ട്രെയിൻ ഈസ് മാക്സിമം. So most stable conformation is staggered form and least stable conformation is eclipsed form. 4 different forms in the picture നിങ്ങൾ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. These are the differences between staggered form and eclipsed form. In staggered form, hydrogen of both carbon atoms are visible, but in eclipsed form, hydrogen atoms of 1 carbon atom are directly behind those of the other. Then hydrogen atoms are at maximum distance in staggered form. Hydrogen atoms are closer to each other in eclipsed form.
Then in Stargate form, minor repulsion or torsional strain. Then eclipsed form, maximum repulsion or torsional strain. So most stable conformation is Stargate form, least stable conformation is eclipsed form. These are the differences between Stargate form and eclipsed form. Then next topic, alkenes. Alkenes are also known as olefins. Then first topic, nomenclature. Then first one, ethene aanu or ethylene. Then common name is ethylene, but IUPAC name is ethene. Then CH3, CH, double bond CH2. ദെൻ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് വരുന്ന കാർബണിന് മിനിമം നമ്പർ വരത്തക്ക രീതിയിലാണ് കൗണ്ട് ചെയ്യേണ്ടത്. സോ റൈറ്റിൽ നിന്ന് കൗണ്ട് ചെയ്യാം സെക്കൻഡ് കേസിൽ. സോ 1 2 3, ദെൻ പ്രൊപ്പലീൻ, ദെൻ IUPAC നെയിം ഈസ് പ്രൊപ്പീൻ, 1 പ്രൊപ്പലീൻ ഓർ 1 പ്രൊപ്പീൻ. ദെൻ തേർഡ് വൺ CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. റൈറ്റിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കാർബണിലാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. കോമൺ നെയിം എന്ന് പറഞ്ഞാൽ ആൽഫ ബ്യൂട്ടൈലീൻ ആണ്. അതായത് ഫസ്റ്റ് കാർബണിനെ തന്നെയാണ് ആൽഫ കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ IUPAC നെയിം ഈസ് 1 ബ്യൂട്ടീൻ. 4 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. ദെൻ ഫോർത്ത് വൺ CH3 CH ഡബിൾ ബോണ്ട് CH3. അതായത് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്നോ ലെഫ്റ്റ് സൈഡിൽ നിന്നോ കൗണ്ട് ചെയ്താലും ഒരേപോലെയാണ് വരുന്നത്. സോ സെക്കൻഡ് കാർബണിലാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. ദെൻ വി ക്യാൻ റൈറ്റ് beta butylene. Then IUPAC name is 2 butene. നെക്സ്റ്റ് ടോപ്പിക് ഐസോമറിസം. ദെൻ ഐസോമേഴ്സ് എന്ന് പറയുന്നത് ഒരേ മോളിക്കുലർ ഫോമിലെയും പക്ഷേ ആറ്റംസിൻ്റെ അറേഞ്ച്മെൻറ്റ്, സ്പേസിലുള്ള അറേഞ്ച്മെൻറ്റ് ഡിഫറൻറ്റും ആയിട്ടുള്ളതുമായ മോളിക്യൂൾസിനെയാണ് ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഒരേ മോളിക്കുലർ ഫോമുല പക്ഷേ ആറ്റത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഡിഫറൻസ് ഉണ്ടാവും. So we can define isomers are molecules that have the same molecular formula but have a different arrangement of the atoms in space. So this phenomenon is known as isomerism. അതായത് ഒരേ മോളിക്കുലർ ഫോമിലെയും ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസും ഉള്ള മോളിക്യൂൾസിനെ ഐസോമേഴ്സ് എന്ന് പറയും. ആ ഫിനോമിനന് പറയുന്ന പേരാണ് ഐസോമറിസം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 1 പെൻറ്റീനും 2 പെൻറ്റീനും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. രണ്ടിൻ്റെയും മോളിക്കുലർ ഫോമുല എന്ന് പറയുന്നത് C5H10 ആണ്. പക്ഷേ 1 പെൻറ്റീനിൽ ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് കാർബണിലാണ്, 2 പെൻറ്റീനിൽ ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത് സെക്കൻഡ് കാർബണിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആറ്റംസിലുള്ള ആറ്റങ്ങളുടെ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. രണ്ടിലും ഒരേ മോളിക്കുലർ ഫോമുലയാണ്, C5H10 ആണ്. പക്ഷേ അതിൻ്റെ സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ്, ആറ്റങ്ങളുടെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ടിലും ഡിഫറെൻ്റ് ആണ്. സോ ദേ ആർ എക്സാമ്പിൾസ് ഫോർ isomers. Mainly isomerism is of two types, structural isomerism and stereoisomerism. Structural isomerism എന്ന് പറയുന്നത് സെയിം മോളിക്കുലർ ഫോമുലയായിരിക്കും ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോമുലയാണ്. ദെൻ stereoisomerism എന്ന് പറയുന്നത് സെയിം മോളിക്കുലർ ഫോമുലയായിരിക്കും ബട്ട് ഡിഫറെൻറ്റ് 3 dimensional ഓറിയൻറ്റേഷൻസ് ഓഫ് ആറ്റംസ് ഇൻ സ്പേസ്. അതായത് ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോർമുലയായിരിക്കും സ്ട്രക്ചറൽ ഐസോമറിസത്തിൽ. സ്റ്റീരിയോ ഐസോമറിസത്തിൽ ആറ്റങ്ങളുടെ അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ ആറ്റങ്ങളുടെ 3 dimensional ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. In the case of alkenes, structural isomerism is of 3 types. They are chain isomerism, position isomerism and ring chain isomerism. First type, chain isomerism. That is due to the difference in carbon chain. They have same molecular formula but difference in carbon chain. അതായത് നമ്മൾ എക്സാമ്പിളായിട്ട് 1 ബ്യൂട്ടീനും 2 മീഥൈൽ പ്രൊപ്പീനും കൺസിഡർ ചെയ്യുന്നു. രണ്ടിലെയും കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും നമ്പേഴ്സൊക്കെ സെയിം ആണ്. ഫസ്റ്റ് 1 ബ്യൂട്ടീനാണ്. റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ ഫസ്റ്റ് കാർബണിലാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. അതായത് മെയിൻ ചെയിനിൽ 4 കാർബൺ ആറ്റംസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് 1 ബ്യൂട്ടീൻ. ദെൻ സെക്കൻഡ് കേസിൽ എന്ന് പറയുമ്പോൾ 2 മീഥൈൽ പ്രൊപ്പീനാണ്. മെയിൻ ചെയിനിൽ 3 കാർബൺ ആറ്റംസ് ആണുള്ളൂ, ഒരു ബ്രാഞ്ചും വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നിന്ന് നമ്പർ ചെയ്യുമ്പോൾ 1 2 3, അതായത് സെക്കൻഡ് കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് 2 മീഥൈൽ പ്രൊപ്പീൻ. ദേ ഹാവ് സെയിം മോളിക്കുലർ ഫോമുല ബട്ട് ഡിഫറെൻറ്റ് ഇൻ സ്ട്രക്ചർ. Second type, position isomerism. These isomers have same molecular formula but different in the position of double bond in carbon chain. അതായത് 1 ബ്യൂട്ടീനും 2 ബ്യൂട്ടീനും കൺസിഡർ ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ 1 ബ്യൂട്ടീനിൽ ഫസ്റ്റ് കാർബണിലാണ്, 2 ബ്യൂട്ടീനിൽ സെക്കൻഡ് കാർബണിലാണ്. റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. സോ ദേ ആർ എക്സാമ്പിൾസ് ഫോർ പൊസിഷൻ ഐസോമേഴ്സ്. ദ ഡിഫറൻസ് ഇൻ ദ പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് ഇൻ കാർബൺ ചെയിൻ. ദെൻ തേർഡ് ടൈപ്പ്, ring chain isomerism. Alkenes show ring chain isomerism with cycloalkanes. They have same molecular formula but difference in the structures. Then 1 propene ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്.
ദെൻ അതിൻ്റെ ഐസോമർ എന്ന് പറയുന്നത് ഏതാണ്? സൈക്ലോപ്രൊപ്പീനാണ്. രണ്ടിലെയും കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും നമ്പേഴ്സൊക്കെ സെയിം ആണ്. സോ ദേ ആർ എക്സാമ്പിൾസ് ഫോർ റിംഗ് ചെയിൻ ഐസോമേഴ്സ്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് സ്റ്റീരിയോ ഐസോമേഴ്സ്. സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുന്നത് ദേ ഹാവ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറൻസ് ഇൻ ദ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ആറ്റംസ് ഇൻ സ്പേസ്. ദെൻ ജോമെട്രിക്കൽ ഐസോമറിസം ഈസ് എ ടൈപ്പ് ഓഫ് സ്റ്റീരിയോ ഐസോമറിസം. Then geometrical isomerism is also known as cis-trans isomerism. അതായത് സ്റ്റീരിയോ ഐസോമറിസത്തിൻ്റെ ഒരു ടൈപ്പാണ് ജോമെട്രിക്കൽ ഐസോമറിസം. ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറയുന്ന മറ്റൊരു പേരാണ് സിസ്-ട്രാൻസ് ഐസോമറിസം. ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ഓഫ് ഗ്രൂപ്പ്സ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡബിൾ ബോണ്ട്. നമ്മൾ സിംഗിൾ ബോണ്ട്സിൻ്റെ കേസിൽ, അതായത് ആൽക്കെയിൻസിൻ്റെ കേസിൽ സിംഗിൾ ബോണ്ട് കാർബൺ സിംഗിൾ ബോണ്ടിനെ വെച്ച് റൊട്ടേറ്റ് ചെയ്ത് കൺഫോർമേഷൻസ് ഫോം ചെയ്യുന്നു കണ്ടു. ഇവിടെ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ആ റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. സോ ദിസ് ടൈപ്പ് ഓഫ് ഐസോമറിസം ഇസ് അറേസ്ഡ് ഡ്യൂ ടു റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ എബൌട്ട് എ കാർബൺ ഡബിൾ ബോണ്ട്. എക്സാമ്പിൾ ബ്യൂട്ടീനാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സിസ് ടു ബ്യൂട്ടീനും ട്രാൻസ് ടു ബ്യൂട്ടീനും. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അതായത് രണ്ടിലും മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. കാർബൺ ഡബിൾ ബോണ്ട് വരുന്ന പോർഷൻ നമ്മൾ മിഡിലായിട്ട് കൺസിഡർ ചെയ്യുന്നു. ആ ഡബിൾ ബോണ്ടിനെ വെച്ച് നോക്കുമ്പോൾ രണ്ട് മീഥൈൽ ഗ്രൂപ്പുകൾ സെയിം സൈഡിൽ വന്നിരിക്കുന്ന ഏതിൻ്റെ കേസിലാണ്? സിസ് ടു ബ്യൂട്ടീൻ്റെ കേസിലല്ലേ രണ്ടും സെയിം ഗ്രൂപ്പുകൾ ഒരേ സൈഡിൽ വന്നിരിക്കുന്നത്. പക്ഷേ ട്രാൻസ് ടു ബ്യൂട്ടീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് മീഥൈൽ ഗ്രൂപ്പുകളും ഓപ്പോസിറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ സിമിലർ ഗ്രൂപ്പ്സ് വരികയാണെങ്കിൽ അത് ട്രാൻസ് ആണ്. സെയിം സൈഡിലാവുമ്പോൾ സിസ്, ഓപ്പോസിറ്റ് സൈഡിലാവുമ്പോൾ ട്രാൻസ്. സിമിലർ ഗ്രൂപ്പ്സ് ലൈ ഓൺ സെയിം സൈഡ് ഓഫ് ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ സിസ്, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ട്രാൻസ്. ഇനി ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് സെയിം സൈഡിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോഴും ആ മോളിക്യൂൾസിനെയും നമുക്ക് ഇതേപോലെ ഡിനോട്ട് ചെയ്യണം. പക്ഷേ അതിന് യൂസ് ചെയ്യുന്ന ഇ ആൻഡ് സെഡ് നൊട്ടേഷൻസ് ആണ്. ജർമ്മൻ വേർഡ്സിൽ നിന്നാണ് ഇൻഡിജൻ ആൻഡ് സുസമ്മർ എന്ന 2 വേർഡ്സിൽ നിന്നാണ്, ഓപ്പോസിറ്റ് ടുഗദർ എന്നുള്ള 2 വേർഡ്സിൽ നിന്നാണ് ഇ ആൻഡ് സെഡ് നൊട്ടേഷൻസ് വന്നത്. ഇ എന്ന് പറയുന്നത് ഹയർ പ്രയോറിറ്റി ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ആർ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്. ഇ എന്ന് പറയുമ്പോൾ ഹയർ പ്രയോറിറ്റി ഉള്ള ആറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്, അത് സിമിലർ ആറ്റംസോ ഗ്രൂപ്പ്സോ ആകണമെന്നില്ല. ഗിവൺ എക്സാമ്പിളിൽ കാർബൺ ഡബിൾ ബോണ്ട് വന്നിരിക്കുന്ന ഫസ്റ്റ് കാർബണിനെ എ എന്നും സെക്കൻഡ് കാർബണിനെ ബി എന്നും നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി എ എന്ന കാർബണിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ ഗ്രൂപ്പ്സാണ്? CH3 എന്ന് പറയുന്ന മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ദെൻ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. നമ്മൾ പ്രയോറിറ്റി നോക്കുന്നത് അതിൻ്റെ ടോട്ടൽ മാസ് എത്രയാണെന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ മീഥൈൽ ഗ്രൂപ്പിൻ്റെ ടോട്ടൽ മാസ് എന്ത് വരും? CH3 എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ 12 പ്ലസ് 3 ഹൈഡ്രജൻ ആറ്റംസ് ടോട്ടൽ 15 വരും. ദെൻ ആ ഫസ്റ്റ് കാർബണിനോട് അറ്റാച്ച് ചെയ്യുന്ന ഹൈഡ്രജൻ്റെ മാസ് 1 വരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മീഥൈൽ ഗ്രൂപ്പിനാണോ ഹൈഡ്രജനാണോ പ്രയോറിറ്റി കൂടുതൽ? മീഥൈൽ ഗ്രൂപ്പിനാണ് പ്രയോറിറ്റി കൂടുതൽ, കാരണം അതിൻ്റെ മാസാണ് കൂടുതൽ. സോ അതിന് ഫസ്റ്റ് 1 ഹൈഡ്രജന് 2 എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ദെൻ സെക്കൻഡ് കാർബൺ ഡബിൾ ബോണ്ടിലെ സെക്കൻഡ് കാർബൺ നമ്മൾ പി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്. ദെൻ മീഥൈൽ ഗ്രൂപ്പിൻ്റെ ടോട്ടൽ മാസ് 15 ആണ്. ദെൻ ആൽഡിഹൈഡ് ഗ്രൂപ്പിൻ്റെ കാർബണിൻ്റെ 12, ഹൈഡ്രജൻ്റെ 1, ഓക്സിജൻ്റെ 16, ടോട്ടൽ 29 ആണല്ലോ. അപ്പോൾ പ്രയോറിറ്റി ആർക്കാണ് കൂടുതൽ? ആൽഡിഹൈഡ് ഗ്രൂപ്പിനല്ലേ. സോ നമ്മൾ 1 ആൽഡിഹൈഡ് ഗ്രൂപ്പിന് മാർക്ക് ചെയ്യുന്നു. സെക്കൻഡ് പ്രയോറിറ്റി മീഥൈൽ ഗ്രൂപ്പിലാണ്. ഇനി രണ്ട് കാർബണിൻ്റെയും നോക്കുമ്പോൾ പ്രയോറിറ്റി ഗ്രൂപ്പ്സ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? രണ്ട് കാർബണിൻ്റെയും പ്രയോറിറ്റി ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് ഏത് ടൈപ്പാണ്? ഈ ടൈപ്പാണ്. ഓപ്പോസിറ്റ് പ്രയോറിറ്റി, ഹയർ പ്രയോറിറ്റി ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ അത് ഏത് നൊട്ടേഷനാണ്? ഈ നൊട്ടേഷനാണ് വരുന്നത്. ദെൻ സെഡ് നൊട്ടേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഗിവൺ എക്സാമ്പിളിൽ കാർബൺ ഡബിൾ ബോണ്ട് നിങ്ങൾ കാണുന്നുണ്ട്. അതിൽ ഫസ്റ്റ് കാർബണിന് 1 എന്ന് വിചാരിക്കുക. ദെൻ സെക്കൻഡ് കാർബൺ 2 എന്ന് വിചാരിക്കുക. ദെൻ ഫസ്റ്റ് കാർബണിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ മാസ് 15 ആണ്. ദെൻ ക്ലോറിനുണ്ട്, ക്ലോറിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 35.4 ആണ്. അപ്പോൾ പ്രയോറിറ്റി ആർക്കാണ് കൂടുതൽ? ക്ലോറിനാണ് കൂടുതൽ. സോ ക്ലോറിന് പ്രയോറിറ്റി കൂടുതൽ, സെക്കൻഡ് പ്രയോറിറ്റി മീഥൈൽ ഗ്രൂപ്പിന്. ദെൻ കാർബൺ ഡബിൾ ബോണ്ടിലെ സെക്കൻഡ് കാർബണിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഏതൊക്കെയാണ്? ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, CH2CH3 എന്ന് പറയുന്ന ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ദെൻ ബ്രോമിനും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈഥൈൽ ഗ്രൂപ്പിൻ്റെ ടോട്ടൽ മാസ് എത്ര വരും? രണ്ടിലും നോക്കുമ്പോൾ
പ്രയോറിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ CH2 എന്ന് പറയുമ്പോൾ അതിൽ 12 എന്ന് പറയുന്ന ഫസ്റ്റ് കാർബൺ പ്ലസ് 2 ഹൈഡ്രജൻ പ്ലസ് കാർബൺ 12 ദെൻ 3 ഹൈഡ്രജൻ ആറ്റംസ് ടോട്ടൽ 29 ആണ് വരുന്നത്. ദെൻ ബ്രോമിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 79.9 ആണ്. സോ പ്രയോറിറ്റി കൂടുതൽ ആർക്കാണ്? ബ്രോമിനാണ് പ്രയോറിറ്റി കൂടുതൽ. ഈഥൈൽ ഗ്രൂപ്പും ബ്രോമിനും നോക്കുമ്പോൾ പ്രയോറിറ്റി കൂടുതൽ ബ്രോമിനാണ്. സോ അതിന് 1 നമ്പർ ചെയ്യുന്നു, ഈഥൈൽ ഗ്രൂപ്പിന് 2 നമ്പർ ചെയ്യുന്നു. ദെൻ പ്രയോറിറ്റി ഗ്രൂപ്പ്സ് സെയിം സൈഡിലല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ഹയർ പ്രയോറിറ്റി ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ആർ ഓൺ ദ സെയിം സൈഡ്. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ Z ഐസോമർ. നെക്സ്റ്റ് സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കീൻസ്. ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമുക്ക് നോക്കാം. ദ ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു ദ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റംസ് ദ ഗ്രേറ്റർ ഈസ് ദ സ്റ്റെബിലിറ്റി. അതായത് കാർബൺ ഡബിൾ ബോണ്ടിലെ കാർബൺ ആറ്റങ്ങളോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ നമ്പർ കൂടുതലാണെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അതായത് കാർബൺ ഡബിൾ ബോണ്ടിലെ കാർബൺ ആറ്റങ്ങളോട് കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹയർ സ്റ്റെബിലിറ്റിയുള്ള ആൽക്കീനാണ്. സെക്കൻഡ് വൺ, ട്രാൻസ് ഐസോമർ ഇസ് മോർ സ്റ്റേബിൾ ദാൻ സിസ് ഐസോമർ. ട്രാൻസ് ഐസോമറിൽ പ്രയോറിറ്റി ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു റിപ്പൾഷൻ, ഇലക്ട്രോൺ ക്ലൗഡ്സ് തമ്മിലുള്ള റിപ്പൾഷൻ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. സോ ട്രാൻസ് ഐസോമർ ഈസ് മോർ സ്റ്റേബിൾ ദാൻ സിസ് ഐസോമർ. ദെൻ ഈ ഐസോമർ ഈസ് മോർ സ്റ്റേബിൾ ദാൻ Z ഐസോമർ ബിക്കോസ് ഈ എന്ന് പറയുന്നത് പ്രയോറിറ്റി ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡിലാണ്. ദെൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്, വിച്ച് ഈസ് മോർ സ്റ്റേബിൾ CH3 CH ഡബിൾ ബോണ്ട് CH3 ദാറ്റ് ഈസ് 2-butene ഓർ എത്തീൻ. ദെൻ വൈ? ഇവിടെ 2-buteneൻ്റെയും എത്തീൻ്റെയും സ്ട്രക്ചർ നമുക്ക് നോക്കാം. 2-butene എന്ന് പറയുന്നത് CH3 CH ഡബിൾ ബോണ്ട് CH3, എത്തീൻ എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CH2. നമ്മൾ പറഞ്ഞ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് കാർബൺ ഡബിൾ ബോണ്ട് വരുന്ന ആ കാർബണിനോട് മീഥൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. എത്തീൻ എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CH2 ഒരു സിമ്പിൾ ആൽക്കീനാണ്. അപ്പോൾ ഇവിടെ മോർ സ്റ്റേബിൾ ഏതായിരിക്കും? 2-butene ആണ് മോർ സ്റ്റേബിൾ ബിക്കോസ് ദ ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു ദ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റംസ് ദ ഗ്രേറ്റർ ഈസ് ദ സ്റ്റെബിലിറ്റി. അതായത് കാർബൺ ഡബിൾ ബോണ്ടിലെ കാർബണോട് കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ ആ ആൽക്കീനായിരിക്കും മോർ സ്റ്റേബിൾ. ദെൻ that is due to delocalization of pi electrons through hyperconjugation is greater. അതായത് ഹൈപ്പർ കോൺജുഗേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ കൂടുതലായിരിക്കും. കാർബൺ ഡബിൾ ബോണ്ടിലെ കാർബണിനോട് കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് തന്നെ മാക്സിമം ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. സോ ഇൻ ദിസ് കേസ് 2-butene is more stable than ethene.